എല്ലാവർക്കും സൽന കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് മിക്സിൻ്റെ ജാർക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ല പോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് കറക്കിയെടുക്കാം. പൊടികളാണല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നിങ്ങോട്ട് കറക്കിയെടുക്കട്ടെ. അപ്പോൾ അതവിടെ അരച്ചിട്ടുണ്ട്. ഞാൻ എണ്ണയൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ ചൂടാക്കിയതാ ഗ്രാമ്പൂ പട്ട ഏലക്ക കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കുക. നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞത് സവാള ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റി കൊടുക്കുക. നല്ലോണം ഇങ്ങോട്ട് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയാൽ മതി. അപ്പോൾ ചെറുതായിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ, പൊടികളെ കൂട്ട് അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതും കൂടി കണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഒരു 2 തക്കാളി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇങ്ങോട്ട് ചിക്കൻ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോഴേ ഒരു വ്യത്യസ്ത രുചിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാതെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് മാറ്റി മാറ്റി ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് എന്തിനും ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 2 തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഇതിക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. വഴറ്റി തക്കാളി ഇങ്ങനെ ഉടഞ്ഞ് വേവ് ഒന്നും വേണ്ട കേട്ടോ. ഒന്നിങ്ങോട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കറി ഞാൻ അധികം ലൂസാക്കിയിട്ടുള്ളൊരു കറിയൊന്നുമല്ല, ചിക്കൻ വരട്ട് പോലെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്തിരി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അധികം ആവണ്ട. ഞാൻ പറഞ്ഞല്ലോ കറി പോലെയല്ല അത് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. അങ്ങനെ പിന്നെ നമ്മളെ ചിക്കൻ വരട്ടിക്ക് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ചപ്പാത്തി ചിക്കൻ വരട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഗോതമ്പ് പൊടി ആദ്യം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു ടേസ്റ്റും ഒരു സോഫ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ മൈദപ്പൊടിയും ചേർത്തിട്ട് പിന്നെ ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ കറി തുറന്ന് നോക്കട്ടെ. ഏകദേശമൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ആവണം, ഒന്നും കൂടി വെള്ളമൊക്കെ വറ്റി വരണം. കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ആവട്ടെ.
അപ്പോൾ ഒന്നും കൂടി ആയിട്ട് നമുക്ക് ചിക്കൻ കറി ഒന്ന് ഗ്യാസൊക്കെ ഓഫാക്കി കൊടുക്കാം, ഒന്നും കൂടി ആവട്ടെ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കറി. ഇത് കണ്ടോ, വരട്ട് മാറി ഇങ്ങോട്ട് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അധികം കറി ആക്കിയിട്ടല്ല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, ഇതുപോലെയാണ്. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാനുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കുക. അതിന് ആദ്യം ഞാനിതാ കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൈദപ്പൊടിയും കടലമാവും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കടലമാവ് കൊണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിതാ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്താ ഉള്ളൂ വെച്ചെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെ കാരണം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അതുപോലെ ഗരം മസാല ഇട്ട് കൊടുക്കുക, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. നമ്മുടെ അടുത്ത് എന്ത് പൊടിയൊക്കെ ഉള്ളൂ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് വേറെ രുചി തന്നെ കാരണം. അപ്പോൾ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു രസം ഉണ്ടാവും മുട്ട ബജിക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് തന്നെ നമ്മൾ ഇതുപോലെ മാവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചിക്കനെ ഇട്ടുകാണ്ട് ചിക്കൻ്റെ ചെറിയ ചെറിയ പീസാക്കിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഗരം മസാലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പൊടികളും കൊണ്ട് കിടക്കട്ടെ. എല്ലാതും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ നമ്മളെ മുട്ട ബജിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അപ്പം ഇട്ട് കൊടുത്ത് കുറച്ച് സോഡപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചപ്പാത്തിയൊക്കെ പരത്തി ചപ്പാത്തിയൊക്കെ ഞാൻ ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇന്ന് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പിന് ആളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പൈനാപ്പിൾ ഇങ്ങനെ നുറുക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ മൂക്ക് എന്നൊക്കെ പറയും, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ മുട്ടയൊക്കെ ഞാൻ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് പിന്നെ മിക്സിൻ്റെ ജാർക്ക് പൈനാപ്പിൾ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി, അതേമാതിരി പുതിന, അതുപോലെ ചെറുനാരങ്ങയുടെ നീര് അങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ജ്യൂസിന്. അപ്പോൾ ഞാനിതിൽ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മളെ മുട്ട ഒക്കെ തോല് പൊളിച്ചിട്ട് എടുക്കട്ടെ മുട്ട ബജി ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മളെ മുട്ട ഒരു മുട്ട കൊണ്ട് ഞാനിതാ 2 എണ്ണം ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ട കൊണ്ട് നമുക്ക് 4 എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാക്കിയതാ ഇതുപോലെ നമുക്ക് ഈ മാവിൽ അങ്ങോട്ട് മുക്കിയിട്ട് നമ്മളെ മുട്ട ബജി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മളെ മുട്ട ബജിയൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടോ, എണ്ണ ചൂടേറിയോ എന്നൊരു സംശയം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് അവിടെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മളെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ ചപ്പാത്തിയും ജ്യൂസൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് തരാം കേട്ടോ എല്ലാവരും. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.